ഹായ് ഫ്രണ്ട്സ്, ആചാര്യ കളരി ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാണ്. പിന്നിൽ നിന്ന് ഒരു വ്യക്തി നമ്മെ മുറുകെ പിടിക്കുകയാണ്. നടന്നു പോകുമ്പോഴോ അല്ലാതെയോ ജസ്റ്റ് ഒന്ന് നമ്മുടേതായിട്ടുള്ള പിന്നിൽ നിന്ന് വന്നതിന് ശേഷം ഒന്ന് മുറുകെ പിടിച്ചതിന് ശേഷം ഫുള്ളൊന്ന് ലോക്കാക്കുന്നു എങ്കിൽ എങ്ങനെ വളരെ ലളിതമായി രക്ഷപ്പെടാം? പലതരത്തിലുള്ള മെത്തേഡ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് 2 മെത്തേഡാണ് പരിചയപ്പെടുത്തുന്നത്. കാരണം നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട പലരും ഇതുപോലെ ചെയ്യാറുണ്ട്. അതായത് പിന്നിൽ നിന്ന് വന്നിട്ട് ഒന്ന് മുറുക്കി പിടിക്കാറുണ്ട്. ഈ മുറുക്കി പിടിക്കുമ്പോഴത്തേക്കും നമ്മുടേതായിട്ടുള്ള ബന്ധുക്കളോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോ നമുക്ക് വേണ്ടപ്പെട്ടവരോ ആണ് എങ്കിൽ നമുക്ക് കഠിനമായിട്ടുള്ള ആഘാതങ്ങൾ ഏൽപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റൊരു പൂട്ടിട്ട് അവരെ നിലംപതിപ്പിക്കുന്നതിനോ ഒന്നും സാധ്യമല്ല. ആ ഒരു സൗഹൃദത്തിന്റെ പേരിലായിരിക്കും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് എങ്ങനെ ജസ്റ്റ് ഒന്ന് അതിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാം എന്നതാണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് പരിചയപ്പെടുത്തുക. രണ്ടാമത്തത്, ഒരു എതിരാളി നമ്മെ പൂട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഒന്ന് മുറുകെ പിടിക്കുന്നു എങ്കിൽ എങ്ങനെ ഒരു ആഘാതം ഏൽപ്പിച്ചതിന് ശേഷം രക്ഷപ്പെടാം എന്നുമാണ് നോക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ സുഹൃത്ത് വലയത്തിനുള്ളിലുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ ഈ പൂട്ട് പൂട്ടുന്നതെങ്കിൽ വളരെ ലളിതമായിട്ടുള്ള ഒരു ഒഴിഞ്ഞു മാർക്കമാണ് ഇതിൽ കാണിക്കുന്നത്. ഈ ഒഴിഞ്ഞു മാറുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇത് പര്യാപ്തമാണോ അല്ലെങ്കിൽ എതിരാളി ശക്തനാണെങ്കിൽ നമുക്ക് പറ്റുമോ എന്ന് നോക്കാം. പക്ഷെ നിങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടേതായിട്ടുള്ള ബോഡി ഫുള്ളൊന്ന് ഫ്ലെക്സിബിൾ ആയിട്ടൊന്ന് വളഞ്ഞു കൊടുത്തതിന് ശേഷം അവരുടെ ബാലൻസ് മാറിയതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾക്കത് ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും മനസ്സിലാകും. തമാശയ്ക്കാണെങ്കിൽ കൂടിയും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഇത്തരത്തിൽ നിങ്ങളെ ആരെങ്കിലും മുറുകെ പിടിച്ചിട്ടുണ്ടായിരിക്കും. ഇതിൽ നിന്ന് ലളിതമായി എങ്ങനെ രക്ഷപ്പെടാമെന്ന് നോക്കാം. ആദ്യം കൈയുടെ പെരുവിരലുകൾ ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ ക്രമീകരിച്ചതിന് ശേഷം എതിരാളിയുടെ കൈയെ ഇത്തരത്തിൽ ഉയർത്തുക. പെരുവിരൽ കൊണ്ട് ഉയർത്തിയതിനു ശേഷം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ചുഴറ്റി ഇത്തരത്തിലെറിയുക. തുടർന്ന് അത് പിന്നിലേക്ക് മുറുക്കി ഒരു ലോക്കായി മാറ്റുക. ഇനി എതിരാളി വളരെ ശക്തനാണ് എങ്കിൽ ഇത്തരത്തിൽ ചുഴറ്റി കൈയെ പിടിച്ചതിന് ശേഷം ഒരു കൈയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരു കൈയെ മാത്രമായി തിരിക്കുക. അപ്പോൾ കൂടുതൽ സമ്മർദ്ദത്തിലാകും പ്രതിയോഗി. അടുത്തതായി രണ്ടാമത്തെ വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കുക. ഇത് നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യാനുള്ളത് ഒരു എതിരാളി വരുന്നു എങ്കിൽ മാത്രമാണ് ഇത് ചെയ്യാനുള്ളത്. ഈ വീഡിയോയുടെ ചുവടുവയ്പ് അല്ലെങ്കിൽ കാലിന്റെ ക്രമീകരണം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം കാലിന്റെ ക്രമീകരണത്തിനാണ് കൂടുതൽ പ്രാധാന്യം. ഒരു ചുവട് മാറുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കാല് ജസ്റ്റ് ഒന്ന് മാറ്റുമ്പോൾ തന്നെ നാം അല്പം ഒന്ന് ചരിയുന്നു. നാം ചരിയുന്നതിനോടൊപ്പം തന്നെ എതിരാളിയുടെ ബാലൻസ് പോകുന്നു. ഈ ബാലൻസ് പോകുമ്പോഴാണ് നമ്മുടേതായിട്ടുള്ള പ്രഹരം ഏൽപ്പിക്കുന്നത്. കൈ മുട്ടുകൊണ്ടാണ് പ്രഹരം ഏൽപ്പിക്കുന്നത്. വളരെ അപകടകരമായ ട്രിക്കാണ്. ഇതൊന്ന് കണ്ടു നോക്കൂ. ആദ്യം ചുവട് മാറിയതിനു ശേഷം നമ്മുടെ ഇടത് കൈകൊണ്ട് തട്ടി മാറ്റിയ ശേഷം ഒരു ഇടി ഇടിക്കുക. ഇവിടെ കാലിന്റെ ചലനമൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ഇടത് കാല് പ്രതിയോഗിയുടെ കാലിന് പിന്നിൽ നിലയുറപ്പിച്ചതിന് ശേഷമാണ് നമ്മുടെ ചുവടുമാറ്റത്തിലൂടെ പ്രഹരമേൽപ്പിക്കേണ്ടത്. ഇത്തരത്തിലുള്ള പ്രഹരം വളരെ അപകടകരമാണ്. കാരണം പ്രധാനപ്പെട്ട മർമ്മഭാഗങ്ങളിലേക്കാണ് ഈ പ്രഹരം ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത് ആവർത്തിക്കാതിരിക്കുക. സ്വരക്ഷയ്ക്ക് വേണ്ടി മാത്രം ഇത് ഉപയോഗിക്കുക. നിങ്ങൾ ഇപ്പോൾ കണ്ട ഈ 2 വീഡിയോ നിങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുക. കാരണം ഒന്നാമത്തേതായിട്ടുള്ള ട്രിക്ക് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ അല്ലെങ്കിൽ സുഹൃത്ത് വലയത്തിനുള്ള വ്യക്തികളുടെ അടുത്തും, രണ്ടാമത്തെ ട്രിക്ക് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എതിരാളിയുടെ നേർക്കുമാണ്. ഇനി ചിലർക്കെങ്കിലും ഇതിന്റെ പ്രായോഗികത സംശയമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ പരീക്ഷിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക. കാരണം ഇത്രയും ലളിതമായിട്ട് ഇത് കാണിക്കുമ്പോഴത്തേക്കും ഇത് പ്രാക്ടിക്കബിൾ ആണോ എന്ന് നിങ്ങളുടെ സംശയം തോന്നിയേക്കാം. നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ഇത് നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.